Hello, welcome to my channel Angel Creations. ഈ പടം ഒന്ന് ശ്രദ്ധിച്ചേ. ഇതുപോലെ എഴുതാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഇങ്ങനെ എഴുതുന്നതിനൊരു പേരുണ്ട് അല്ലേ? എന്താ അത്? അതെ, കർസീവ് റൈറ്റിംഗ് അല്ലെങ്കിൽ റണ്ണിംഗ് ലെറ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കർസീവ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ റണ്ണിംഗ് ലെറ്റേഴ്സ് എങ്ങനെയാണ് എഴുതുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡി അല്ലേ? നമുക്ക് ലെറ്റേഴ്സ് എങ്ങനെയാണെന്ന് എഴുതാൻ നോക്കാം. ആദ്യമായി എ എഴുതുമ്പോൾ ഇതുപോലെ സി പോലെ എഴുതിയിട്ട് വേണം എഴുതാൻ. അതിനുശേഷം ബി, നൗ സി, ഡി, ഇ, എഫ്, എഫ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. നൗ ജി, എച്ച്. ഒന്നുകൂടിയും അത് നിർത്തി സ്ലോ ആയിട്ട് പറഞ്ഞുതരാം. എ ഇവിടുന്ന് തുടങ്ങി തേർഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സി പോലെ എഴുതി സെക്കൻഡ് ലൈനിൽ ടച്ച് ചെയ്യുന്നു. സി പോലെ ആക്കിയിട്ട് നോക്കൂ, ഇതാ ഇങ്ങനെ തേർഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ചെറുതായിട്ടൊരു സി പോലെ ആക്കുന്നു, ജോയിൻ ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. നൗ ബി എഗെയിൻ തേർഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, യു ഗോ അപ്പ് ടു ഫസ്റ്റ് ലൈൻ വരെ പോകുന്നു. നോക്കൂ, എല്ല് പോലെ എഴുതുന്നു, അതിനുശേഷം കുനിപ്പിട്ട് പുറത്തേക്ക് എടുക്കുന്നു. വൺസ് അഗെയിൻ ഏറ്റവും അറ്റം വരെ ആദ്യത്തെ ലൈൻ വരെ പോകുന്നു, ദെൻ ഒരു ബാഗ് പോലെ ആക്കി പുറത്തേക്ക് എടുക്കുന്നു. ഇനി സി നമ്മുടെ സാധാരണ സി തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. ഡിയും എല്ലാം ഇയും ഒക്കെ സെയിം തന്നെയാണ്. സ്റ്റാർട്ടിങ് ഫ്രം തേർഡ് ലൈൻ എന്ന് മാത്രമേ ഉള്ളൂ. ഡി ഫസ്റ്റ് ലൈൻ വരെ പോകുന്നു, താഴേക്ക് വരുന്നു, ആദ്യം സി പോലെ എഴുതിയിട്ട് പിന്നെ എൽ പോലെ എഴുതുന്നു. ഇയും സാധാരണ പോലെ തന്നെ തേർഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, സാധാരണ ഇ എഴുതുന്നു. തേർഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ബാക്കിലേക്ക് എടുത്ത് എഴുതുന്നു. ഇനി എഫ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇത്തിരി ടഫാണ്, മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. തേർഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നേരെ ഫസ്റ്റ് ലൈനിലേക്ക് പോകുന്നു, തിരിച്ച് എല്ല് പോലെ വരുന്നു. അതിനുശേഷം താഴത്തെ ലൈനിൽ ഫോർത്ത് ലൈനിൽ ടച്ച് ചെയ്തിട്ട് ഒരു ബാഗ് പോലെ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ചുറ്റിയെടുക്കുന്നു. ഒന്നുകൂടി നോക്കി നോക്കൂ, താഴേക്ക് വരെ എത്തണം, 4 വരെയും ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ. അതിനുശേഷം ഇവിടെ ഒരു കുനിപ്പിട്ട് പുറത്തേക്ക് എടുക്കുന്നു. 1 2 3 4 4 വരെയും ടച്ച് ചെയ്യുന്നൊരു ആൽഫബറ്റാണ് എഫ്. ഇനി ജി നമ്മൾ സാധാരണ ജി എഴുതുന്ന പോലെ തന്നെയാണ്. തേർഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ജി സാധാരണ എങ്ങനെയാണോ എഴുതുക അതുപോലെ തന്നെ. എച്ചും വലിയ വ്യത്യാസമില്ല, അത് 2 ലൈൻ ടച്ച് ചെയ്യണമെന്നേ ഉള്ളൂ, അതായത് 3 ലൈൻ ടച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, സെക്കൻഡ് ലൈൻ ആൻഡ് ഫസ്റ്റ് ലൈൻ 3 വരെയും അത് ടച്ച് ചെയ്യുന്നുണ്ട്. എല്ല് പോലെ എഴുതിയിട്ട് പിന്നെ നമ്മുടെ സാധാരണ എച്ചിന് എങ്ങനെയാണോ എഴുതുക അതുപോലെ തന്നെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഐ, എച്ച് ഐ, നമ്മുടെ ഐ സാധാരണ പോലെ തന്നെ, പക്ഷേ 2 വരയിൽ ഒതുക്കാണ് നമ്മൾ കണ്ടോ. ജെ ഇത് താഴോട്ടാണ് പോകുന്നത്, ജെ മുകളിലോട്ടല്ല താഴോട്ടാണ് പോകുന്നത്. ഇനി ജെ കഴിഞ്ഞ കെ, കെ സാധാരണ എല്ല് പോലെ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ക്യാപിറ്റൽ ആർ ഇല്ലേ നമ്മുടെ, അത് എഴുതുന്നു. ആദ്യം എല്ല് പോലെ എഴുതുക, അതിനുശേഷം നമ്മുടെ സാധാരണ ക്യാപിറ്റൽ ആർ എഴുതിയാൽ അത് കെ പോലെ നമുക്ക് എടുക്കാം. ഇനി എൽ നമുക്കറിയാം, സാധാരണ എല്ല് പോലെ തന്നെ ഇങ്ങനെ എടുക്കുന്നു. എം, ഇത് എം ശ്രദ്ധിച്ചാൽ നിങ്ങൾ കുനിപ്പ് ശ്രദ്ധിക്കണം, എത്ര വര വരുണ്ടെന്ന് ശ്രദ്ധിക്കണം. എമ്മും എന്നും എപ്പോഴും തെറ്റിക്കുന്നതാണ്. ഇങ്ങനെ നോക്ക്, 3 കുത്ത് ഇങ്ങനെ വരും, പിന്നെ ചെരിഞ്ഞിട്ടൊരു വരയും. ഇത് എൻ, എമ്മും എന്നും തമ്മിൽ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടോ. എമ്മിന് ഇവിടെ 1 2 3 കണ്ടോ, ഇവിടെയോ എന്നിന് 2 ഓൺലി. ഇനി ഓ, ഓ യെസ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ലെറ്ററാണ് പി. അത് ചെറിയൊരു കൺഫ്യൂഷൻ വരും, നോക്കൂ, 4 വരിയും ടച്ച് ചെയ്യുന്ന മറ്റൊരു ലെറ്ററാണ് പി. ഇനി നമുക്കൊന്നുകൂടി എഴുതി നോക്കാം. ഐ എന്ന് പറയുന്നത് നോക്കൂ, ഇങ്ങനെ എഴുതുന്നു. ജെ താഴേക്കാണ് എടുക്കേണ്ടത്, ഇങ്ങനെ പോയി താഴേക്ക് വന്ന് പുറത്തേക്ക് എടുക്കണം. കെ എല്ല് പോലെ ആദ്യം എഴുതുന്നു, അതിനുശേഷം സാധാരണ നമ്മുടെ ക്യാപിറ്റൽ ആർ പോലെ എഴുതുന്നു. ശേഷം എൽ സിമ്പിളാണ്. എമ്മും എന്നും ശ്രദ്ധിക്കുക, എം ഇതുപോലെ എടുത്ത് അതിങ്ങനെ കുനിപ്പിടുന്നു, അതിനുശേഷം സാധാരണ എം എഴുതുന്നു. എന്നും അതുപോലെ തന്നെ ആദ്യം ഇങ്ങനെ കുനിപ്പിടുന്നു, അതിനുശേഷം സാധാരണ എൻ.
ഇനി ഒ സാധാരണ ഒ ആണെങ്കിലും ഒരു ചുറ്റി പുറത്തേക്ക് ഇടുന്നുണ്ട് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പി ഇതുപോലെ എടുത്ത് ഒരു 4 വരിയും ടച്ച് ചെയ്യണം, എന്നിട്ട് ഇവിടെ മുട്ടിക്കാതെ പുറത്തേക്ക് എടുക്കുക. ഇനി അടുത്ത ലെറ്റർ വരുന്നത് ക്യൂ ആണ്. ക്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എടുക്കുന്നു, തേർഡ് ലൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ സാധാരണ ക്യൂ എഴുതുന്നു. ആർ കണ്ടോ, ഇതുപോലെ വളച്ചിട്ട് വേണം ആർ എഴുതാനായിട്ട്. എസ് നമ്മുടെ സാധാരണ എസ് പോലെ തന്നെ എഴുതുന്നു. ടിയും വലിയ വ്യത്യാസമില്ല, ഇതുപോലെ തന്നെയാണ്. ഇനി യു ഒന്ന് നോക്കി നോക്കുക, അത് വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ സാധാരണ യു എങ്ങനെയാണോ അതുപോലെ തന്നെ. ഇനി വി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, യുവിൻ്റെ അടിയിലേക്കാണ് നമ്മൾ കുനിപ്പിട്ടത്. വിയുടെ പക്ഷേ മുകളിലേക്കാണ് എൻഡിങ് വരുന്ന കുനിപ്പിടുന്നത്. കണ്ടോ, മുകളിലോട്ടാണ് വരുന്നത്. ഓക്കെ, എന്നും വിയും കൺഫ്യൂഷൻ ആവരുത്. കണ്ടോ, ചെറിയ സ്ലാൻഡിങ്ങും ബെൻഡിങ്ങും ഒക്കെ ശ്രദ്ധിക്കണം. ഡബ്ല്യു നമ്മൾ സാധാരണ ഡബ്ല്യു പോലെ തന്നെ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് എടുക്കുന്നു. ഇനി അടുത്തത് എക്സ്, സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് വളച്ചിട്ടാണ് എഴുതേണ്ടത്. നമ്മൾ നേരെ വടി പോലെയല്ല എക്സ് എഴുതേണ്ടത്. അപ്പോൾ ക്യൂ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുക, ഇതുപോലെ ക്യൂ എ മാതിരി ആദ്യം എഴുതിയിട്ട് താഴേക്ക് എടുക്കുന്നു. ഇനി ആർ ഇങ്ങനെ കൊരുപ്പെടുത്തിട്ട് പുറത്തേക്ക് എടുക്കുന്നു. എസ് സാധാരണ എസ് ആണ്. ടി മുകളിലോട്ട് ഫസ്റ്റ് ലൈൻ വരെ ടച്ച് ചെയ്യുന്നു. യു ഇങ്ങനെ സാധാരണ പോലെ തന്നെ. വി പുറത്തേക്കാണ്, താഴെയാണത്. ഇനി വി ശ്രദ്ധിക്കുക, മുകളിലോട്ടാണ് പക്ഷെ വരുന്നത്. വിയും ഡബ്ല്യുവിനും മുകളിലോട്ടാണ് വരുന്നത്. കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയേ. 2 വരയിലാണ് എല്ലാ അക്ഷരങ്ങളും നമ്മൾ കൊള്ളിക്കുന്നത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അവസാനത്തെ 2 അക്ഷരങ്ങളായ വൈയും സെഡും. ഇതിൽ വൈ നിങ്ങൾക്ക് പരിചിതമായിരിക്കും, പുതിയതായിട്ടുള്ളത് സെഡാണ്. ഇതുപോലെ ഒരു 3ൻ്റെ ആകൃതിയിലായിട്ട് എടുത്തിട്ടാണ് നമ്മൾ അത് എഴുതുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുക, വൈ ഇതുപോലെ, സെഡ് ഒരു 3 എന്ന് പോലെ എഴുതുന്ന രീതിയിലാണ് എഴുതുന്നത്. നോക്കി നോക്കുക, താഴേക്ക് എടുക്കുക, അതിനുശേഷം ഇങ്ങനെ എഴുതണം. സെഡ് ഇതുപോലെ 3 എഴുതുന്നു, ഒരു പ്രത്യേക രീതിയിലാണ് 3 എഴുതുന്നത്. ശേഷം പുറത്തേക്ക് എടുക്കുന്നു. ഇനി ഇത് നമ്മൾ സാധാരണ സിംഗിൾ വരയിൽ എങ്ങനെയാണ് നിങ്ങൾ ആൽഫബറ്റ്സിൻ്റെ എഴുതണ്ടേ എന്നാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. കേഴ്സീവിൽ എഴുതി പഠിച്ചതിന് ശേഷം നമ്മൾ സിംഗിൾ ലൈൻ നോട്ട്ബുക്കിൽ നമ്മൾ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ഈ ഭാഗത്ത് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് സിംഗിൾ ലൈനിൽ എഴുതുമ്പോൾ ഓരോ അക്ഷരങ്ങളും എഴുതണ്ടേന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ശ്രദ്ധിച്ച് കാണുക. ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ ആൻഡ് സെഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം, ഇതിൽ ചില വാക്കുകൾ നോക്കിയേ, ഇതെല്ലാം ഒരേ ലെങ്ത്തിലാണ്. ബി വലുപ്പമുണ്ട്, ഡി വലുപ്പമുണ്ട്. അപ്പോൾ ഓരോ അക്ഷരം ഓരോ ഹൈറ്റിലും വ്യത്യാസമുണ്ട് അല്ലേ, എല്ലാം ഒരേ ലെവലിലല്ല എഴുതിയിരിക്കേണ്ടത്. അതാണ് ഇതിന് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. നോക്കി നോക്കൂ, കണ്ട പിക്ക് താഴേക്കുണ്ട് മുകളിലേക്കുണ്ട്, ക്യൂവിന് താഴേക്ക് മാത്രമേ ഉള്ളൂ. ആറും എസ്സിനൊന്നും അങ്ങനെ മുകളിലോട്ട് അങ്ങനെ നീട്ടിയെടുക്കലൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഉദാഹരണത്തിന് ബി, ഡി, അതുപോലെ തന്നെ എച്ച്, കെ, എൽ, അതുപോലെ അടുത്തതിൽ ടീം. ഈ അക്ഷരങ്ങൾക്കൊക്കെ എന്താണ്, മുകളിലോട്ടൊരു നീട്ടം കൂടുതലുണ്ട് സാധാരണ അക്ഷരങ്ങളെക്കാട്ടും മുകളിലോട്ട്. ഇനി ജി, അതുപോലെ ജെ, ക്യൂ, വൈ ആൻഡ് സെഡ് ഇതെല്ലാം താഴോട്ടാണ്. കണ്ടോ, വരയുടെ താഴോട്ടാണ്. എഫും പിയും മാത്രം നോക്കി നോക്കൂ, അതിന് മുകളിലോട്ടും താഴോട്ടും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കേഴ്സീവ് എങ്ങനെയാണ് എഴുതുക എന്ന്? നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കൂടാതെ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.